നമ്മുടെ വീണ്ടെടുപ്പിനോടല്ല, തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇത് വളരെ ആഴമുള്ള ഒരു സത്യമാണ്. ഈ സത്യം നമ്മൾ എത്ര ഡീപ്പായിട്ട് അറിയുന്നോ ആ അളവിലാണ് നമ്മൾ ഈ ശാന്തിയും സമാധാനവും ഒക്കെ പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. സാത്താൻ പലപ്പോഴും ഈ സത്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ മറച്ചു വെച്ചിട്ട് നമ്മള് ഒരു അനാഥരെ പോലെയാണ് പലപ്പോഴും ആയിരിക്കുന്നത്, ഒരു അരക്ഷിതാവസ്ഥയില്. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ സാത്താന് നമ്മളെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കാൻ പറ്റും. പക്ഷെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാത്താന്റെ ഒരു തന്ത്രവും നമ്മുടെ അടുക്കൽ ഫലിക്കത്തില്ല. എഫീസർ ലേഖനം 1-6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, രണ്ടാമത്തെ ഭാഗത്ത്, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. റോമർ 8 വായിക്കുന്ന, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും. ഈ മുൻനിയമനം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം സർവജ്ഞാനിയാണ്. ആരംഭത്തിലെ അവസാനം കണ്ടവനാണ് ദൈവം. ആ ഒരു മുൻജ്ഞാനത്തിലാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നത്. അപ്പം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ പെട്ടുപിഴച്ച് വന്നുപെട്ടവരാണെന്ന്. പക്ഷെ സത്യം അതല്ല. ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്, തിരഞ്ഞെടുത്തതാണ്. നമ്മൾ റോമർ 8-30 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു വരിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഈ സൃഷ്ടിയുടെ സമയത്ത് കടലിലും കരയിലുമുള്ള എല്ലാ ജന്തുക്കളെയും സൃഷ്ടിച്ചതൊരു വാക്കുകൊണ്ടാണ്. ഇതെല്ലാം ഉളവായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പം എല്ലാം ഉളവായി വന്നു. പക്ഷെ അത് ദൈവത്തിന്റെ മനസ്സിൽ എല്ലാത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൽപ്പിക്കുന്നത്. ഇപ്പം എഞ്ചിനീയർമാരൊക്കെ നമ്മൾ ഒരു വീട് പണിയാൻ പ്ലാനിന് ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ 2 പ്ലാൻ തരും. ഒന്ന്, ആദ്യത്തെ ഒരു പ്ലാനുണ്ട്, രണ്ടാമത് അതിന്റെ കംപ്ലീഷൻ പ്ലാനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീട് പണിയപ്പെട്ടിട്ടില്ലെങ്കിലും ആ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും അയാൾ ഉൾക്കൊള്ളുന്നുണ്ട്. മുറികളുടെ വലിപ്പം, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഒരു പണി തുടങ്ങണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. നമ്മൾ എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മളിങ്ങനെ പാടാറില്ല, അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാം, അനാദി നിർണയപ്രകാരം എന്നെയും വിളിച്ചതാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ 90 സങ്കീർത്തനത്തില് നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 90 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം, കർത്താവേ തലമുറയെ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനാദി എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിക് ടു എവർലാസ്റ്റിക് എന്നാണ്. നമ്മൾ അനാദി നിർണയപ്രകാരം വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം നമ്മളെ എല്ലാം കണ്ടിരുന്നു. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, റോമർ 10 അവസാനത്തെ വാക്യത്തിൽ 36-ാം വാക്യം, സകലവും അവനിൽ നിന്നും എന്ന് പറഞ്ഞ അനാദി കാലങ്ങൾക്ക് മുമ്പ്, അനാദിയിൽ
നമ്മളെല്ലാം അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് വിശ്വസിക്കാൻ ചില വിഷമമുണ്ടല്ലേ. ഇന്ന് ദൈവസന്നെ നമ്മൾ ആയിരിക്കുമ്പം അങ്ങനെ ദൈവത്തിന്റെ ആ ഹൃദയത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാലത്തിവെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ജനിപ്പിച്ചതും തിരഞ്ഞെടുത്തതും തന്റെ സഭയിലാക്കി വെച്ചതും. ആ വിളിയോടുള്ള ബന്ധത്തിൽ സാത്താൻ എപ്പോഴും നമ്മളെ സംശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ദൈവം മുന്നോട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടു. ഈ ഒരു നൂറ്റാണ്ടില് ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന മാതാപിതാക്കളുടെ മക്കളായി എല്ലാം നമ്മുടെ എല്ലാ ഫീച്ചറോടും കൂടി നാം ജനിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിർണയമായിരുന്നു, തീരുമാനമായിരുന്നു. അതുകൊണ്ട് നമ്മളോട് എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ദൈവത്തിന്റെ തീരുമാനപ്രകാരം, അനാദി നിർണയപ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവത്തിന് കരുണ തോന്നി, ദയ തോന്നി. നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല, ഒരു നന്മയുടെ ഫലമായിട്ടല്ല, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി, അത് മാത്രം. ഇല്ല, നമുക്കും ഇല്ല അങ്ങനത്തെ പ്രത്യേകത. ചിലരെ കാണുമ്പോൾ നമുക്കൊരു അടുപ്പവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. നമ്മൾ ആയുസിൽ ആദ്യമായിട്ട് കാണുകയായിരിക്കും. അവരുടെ പ്രവൃത്തി ഇതൊന്നും കണ്ടിട്ടില്ല, കാഴ്ച തന്നെ നമുക്കൊരു അവരോടൊരു അടുപ്പം തോന്നും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അവിടെ റോമർ 8:28 നമ്മൾ വായിച്ചല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് തന്നെ. അത് ലിവിങ് ബൈബിളില് ആ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ദ ഫാദർ ഹു നോസ് ഓൾ ഹാർട്ട്സ് നോസ് ഓഫ് കോഴ്സ് വാട്ട് ദ 28, ആൻഡ് വി നോ ദാറ്റ് all that happens to us is working for our good if we love God and if we are fitting into his plan. ബൈബിളിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിങ് ജെയിംസ് വേഴ്സ് അല്ല, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ വാക്യം ഇതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, ടു ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. അവന്റെ ലക്ഷ്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവര്, അല്ലെ അവന്റെ ഉദ്ദേശത്തിനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് സകലവും. നമുക്കറിയാം, നമ്മൾ ഈ വചനം വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന്റെ ആത്യന്തിക ലക്ഷ്യം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. നമ്മൾ 31 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 8:31. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്, അതിലൂടെ ഒന്നുകൂടെ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. എപ്പോഴും ദൈവം ചെയ്യുന്നൊരു കാര്യം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യം, നമ്മളെ തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ ആ 30 വാക്യത്തിൽ മുന്നിൽ വെച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണിൽ തേജസ്കരണം നടന്ന ഒരു കൂട്ടരായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അവന്റെ കണ്ണിന് മുമ്പിൽ ആരും മരിക്കുന്നില്ല, എല്ലാവരും ജീവിച്ചിരിക്കുന്നു. മനുഷ്യൻ നോക്കുമ്പോൾ മരിച്ചെന്ന് പറഞ്ഞാലും ദൈവം നോക്കുമ്പം എല്ലാവരും ജീവനോടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം ചെയ്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രവൃത്തി പൂർത്തീകരിച്ചെന്നാണ് ഈ 30 വാക്യത്തിൽ പറയുന്നത്. മുന്നേ വെച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്തു പോയൊരു പ്രവൃത്തിയായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം തന്റെ നിത്യമായ സ്നേഹത്തിൽ, തന്റെ നിത്യമായ പ്ലാനിൽ നമ്മളെ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇനി നമ്മുടെ ഭാഗത്തും അതിനോട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 1:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 പത്രോസ് 1:10 അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന് ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുകയും
എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നന്മയാണേലും തിന്മയാണേലും ജീവനാണേലും മരണമാണേലും എല്ലാം നമ്മൾ വിശ്വസിക്കുന്നു, ദൈവത്തോട് ആമേൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കുന്നത്. നമ്മൾ വിളിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പാക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. നാം ചെയ്യേണ്ടതായിട്ടുള്ളൊരൊന്നുണ്ട്. ആ പ്രവൃത്തിയാണെന്ന് അതുപോലും നമ്മൾ ദൈവത്തിന്റെ പ്ലാനിനോട് അങ്ങനെ തന്നെയാണെന്ന് ആമേൻ പറയുന്നതാണ്. അല്ലാണ്ട് ഒരു വലിയ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതെന്നല്ല. ഇപ്പം അതിന്റെ ഉദാഹരണമാണ് എല്ലാറ്റിനും വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ല, കൈപ്പുള്ള അനുഭവങ്ങൾക്കും സ്തോത്രം, സ്വസ്ഥതയിലേക്ക് അത് നമ്മെ നടത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വിശ്വാസം ഉള്ളതുകൊണ്ട് കൈപ്പുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. അതിന്റെ കാരണം നമുക്കറിയാം. അത് അനുവദിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ടാണ്. നമ്മളാകെപ്പാടെ ദൈവിക പ്ലാനുകളോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ദൈവം നോക്കുമ്പം എഫെസ്യരിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കും, നമ്മളെ ക്രിസ്തുവിനോട് 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ദൈവം നോക്കുമ്പോൾ ഈ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ച് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക, ദൈവത്തിന്റെ നിത്യജ്ഞാനത്തില്. പക്ഷെ നമുക്ക് വേണേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരാ. അതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ഇച്ഛമേൽ സ്വാതന്ത്ര്യമുള്ളവനായിട്ടാ സൃഷ്ടിച്ച്. 119-ാം സങ്കീർത്തനത്തിന്റെ 90-91 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 119-ന്റെ 90-91 വാക്യങ്ങളിൽ നിന്റെ വിശ്വസ്തത തലമുറ തലമുറ ഇരിക്കുന്നു, നീ ഭൂമിയെ സ്ഥാപിച്ചത് നിലനിൽക്കുന്നു, അപ്പൊ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. ലോകം ഉണ്ടായപ്പോ മുതല് ആ ദൈവിക വ്യവസ്ഥകൾക്കുള്ളിൽ ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം ചലിച്ചുകൊണ്ടായിരിക്കുന്നു. അതിന്റെ കാരണം അവർക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു സ്വതന്ത്രമായ ഇച്ഛാശക്തിയോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നിട്ട് അവന് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ അവന് സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തതിന് അനന്തരഫലമായിട്ടാണ് ദൈവിക പദ്ധതിയിൽ നാം പുറത്തായത്. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മള് പത്രോസിൽ തന്നെ ഇങ്ങനെ വേറൊരു വാക്യം വായിക്കുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് 8-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 2:8 അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അർത്ഥമാക്കിയല്ല പറയാറുള്ളത്. പുറമേ വിശ്വസിക്കുന്നു പറയുമ്പോഴും ഉള്ളിൽ നമ്മൾ അവിശ്വാസമുള്ളവരാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. 106-ാം സങ്കീർത്തനത്തിലാണെന്ന് നമ്മൾ വായിക്കുന്നത്, അവർ ദൈവത്തെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. അവിടെ തന്നെ പറയുന്നുണ്ട്, അവർ അവിശ്വസിച്ചു പിറുപിറുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പിറുപിറുപ്പും വാദവും ഒക്കെ ഉണ്ടെന്ന് കാണിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഒരാള് പിറുപിറുക്കത്തില്ല. പിന്നെ അവരെന്താ ചെയ്യുന്നത്? സ്തുതി പാടിക്കൊണ്ടേയിരിക്കും. അനുകൂല സാഹചര്യമാണേലും പ്രതികൂല സാഹചര്യമാണേലും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ കണ്ടിട്ട് നമ്മൾ മാനസാന്തരപ്പെടുക വേണ്ടി. അപ്പൊ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, തന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സകലത്തെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് വിശ്വസിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് സ്തുതി പാടുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞില്ല, ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതിന്റെ ഫലം കൊണ്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും സ്തുതി പറയുന്ന ഒരാളാണ്, ദൈവത്തെ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നല്ല വൃക്ഷത്തിന്റെ ലിസ്റ്റിലാണ് പെടുന്നത്. പക്ഷെ നമ്മള് പിറുപിറുക്കുകയും പരാതി പറയുകയും മറുത്തു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ചീത്ത വൃക്ഷത്തിന്റെ ലിസ്റ്റിലാണ് പെടുന്നത്. അല്ലെങ്കിൽ യാക്കോബോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുന്ന ഉറവയും ഒന്ന് കയ്പുള്ള വെള്ളം പുറപ്പെടുന്ന ഉറവയും.
ഈ മധുരമുള്ള വെള്ളമാണ് പുറപ്പെടുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിലനിൽക്കുന്നവരാണ്. 2 കൊരിന്ത്യർ 2 അപ്പോസ്തലൻ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. എവിടെ കൊണ്ടിട്ടാലും ഞങ്ങളിൽ നിന്ന് വരുന്നത് ക്രിസ്തുവിന്റെ വാസന. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ അനുകൂല സാധനങ്ങൾ കടന്നു പോകുമ്പം ക്രിസ്തുവിന്റെ വാസന വരും, സ്തോത്രവും സ്തുതിയും അല്ലെ, സന്തോഷവും. പക്ഷെ പ്രതികൂല സാധനങ്ങളോട് പോകുമ്പോഴോ അതെല്ലാം പോയി. പരാതിയും പിറുപിറുപ്പും കുറ്റപ്പെടുത്തലും നിരാശയും ഇതൊക്കെ വരുന്ന കാണാൻ കഴിയും. ഇത് കാണിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീണ്ടും റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. 32-ാം വാക്യം, സ്വപുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പൊ സകലം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്ന കാര്യം? പലപ്പോഴും നമുക്കത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വേണേ വളച്ചൊടിക്കാൻ പറ്റും. പക്ഷെ അവിടെ സകലം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉള്ളതെല്ലാം നമുക്ക് നൽകി തരുമെന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിന് യോസേഫിനെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മിസ്രയീമിൽ അവനെ രണ്ടാമനാക്കി തീർക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവന്റെ ഇഷ്ടം പോലല്ല ദൈവം കാര്യങ്ങൾ ചെയ്തേ, ദൈവത്തിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തേ. ആ ഒരു ഉദ്ദേശത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് യോസേഫിനെ നയിക്കാൻ വേണ്ടി അവൻ ഇച്ഛിക്കാത്ത വഴികളിലൂടെ അവനെ കടത്തിക്കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇച്ഛിക്കാത്ത, ആഗ്രഹിക്കാത്ത അനേക വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. രോഗം, പീഡ, ചിലപ്പോൾ മരണം, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവരാണോ എന്ന് അറിയുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ചിലർ പെട്ടെന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? യോബിന്റെ റിയാക്ഷൻ ഉണ്ട്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ യോബിന് അറിയായിരുന്നു. അപ്പൊ നമുക്ക് ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും, പരാതി പറയും, ചിലപ്പോൾ ഈ വഴിവിട്ട് പോവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ പരീക്ഷകളിലാണ് നമ്മൾ എവിടം വരെ എത്തി എന്തായിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ സുപുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും എന്ന് പറയുമ്പോൾ ആ സുപുത്രന്റെ സ്വഭാവത്തോട് നമ്മളെ അനുഭവപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം നമുക്ക് നൽകി തരും. ഈ കർത്താവ് മത്തായി 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഒന്നാമത്തെ മുൻഗണന കൊടുത്തിരിക്കുന്ന ദൈവേഷ്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് പിന്നെ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കിയുള്ളതെല്ലാം അതോടുകൂടി ഇതിനോട് ചേർക്കപ്പെടും. നമ്മൾ ആ പാട്ട് പാടാറുണ്ട്. അപ്പം ദൈവേഷ്ടമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. നമുക്ക് പരാതി പറയാനായിട്ട് ഇട കാണത്തില്ല. പക്ഷെ ആ ഒരു ദർശനം നമുക്ക് ഇല്ലെങ്കിലാണ് നമ്മൾ പരാതി പറയുന്നത്. തുടർന്ന് താഴോട്ട് വരുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? അപ്പൊ നമ്മൾ ദൈവഭാഗം ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ മാത്രം നമ്മൾ ഭയപ്പെടുന്നവരാണെങ്കിൽ, സാഗ്രർ എപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാണ്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയിലൊക്കെ ഭയപ്പെടുന്നുണ്ട്, അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് പിന്നെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വതന്ത്രരായിരിക്കും. നമ്മളെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും, മനുഷ്യനെ അല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ ദൈവം വഴിവിട്ട് തെറ്റിപ്പോകുന്നത്. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ പറയുമ്പം ഓരോരുത്തർ സഹോദരനെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി, ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രസാദിപ്പിക്കത്തിൽ ശാസനയുണ്ട്, ശിക്ഷയുണ്ട്, വിയോജിപ്പുണ്ട്, തിരുത്തലുണ്ട്. ആത്മീയ വർദ്ധന എങ്ങനെ വരത്തുള്ളൂ?
പക്ഷെ നമ്മൾ മാനുഷ്യ രീതി ചിന്തിക്കുമ്പം നമ്മൾ പലപ്പോഴും കണ്ണടച്ച് കളയും പലതിനോടുള്ള ബന്ധത്തിൽ. കാരണം എന്താ? നമുക്ക് മനുഷ്യഭയമുണ്ട്. നമ്മൾ ദൈവത്തെ അല്ല പ്രസാദിപ്പിക്കുന്ന മനുഷ്യനെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാള് പലപ്പോഴും നമുക്ക് അവരെ ക്രൂരന്മാരല്ല കഠിനന്മാരാണെന്നൊക്കെ പറയേണ്ടി വരും. നമ്മുടെ കാഴ്ചപ്പാടിൽ അതങ്ങനെ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഏത് സാധനം കടന്നു പോകുമ്പോഴും ഒരു സ്തുതിയുടെ ആത്മാവിലായിരിക്കും. ഒരു വിഷണ്ട മനസ്സ് അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവത്തില്ല. യെശയ്യാവ് പറയുന്ന പോലെ വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന ഒരു മേലാട. മേലാട എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുറമേ ധരിക്കുന്ന വസ്ത്രമാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരാളെ കാണുമ്പം അവരുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരാളെ കാണുമ്പം ഒരു സ്തുതിയുടെ ആത്മാവ് കണ്ടാൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നൊരു മനുഷ്യനായിരിക്കും ആള്. അവന്റെ ഉള്ളിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പലപ്പോഴും നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മളൊരു പരിജ്ഞാനപൂർവ്വത്തിലേക്ക് വരുമ്പം നമുക്ക് ഒറ്റ ലക്ഷ്യമേ കാണത്തുള്ളൂ. ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവപ്രസാദം മാത്രമായിട്ട് തീരും നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ശൈശവാസം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും. രണ്ടു തോണി കാലു വെക്കും. പക്ഷെ നമ്മൾ വളരെ തോറും നമ്മുടെ ഏക ലക്ഷ്യം ദൈവപ്രസാദം മാത്രമായിരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പം ദൈവപ്രസാദത്തിന് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അവിടെ ചിലപ്പോൾ ദൈവം നമ്മളോട് കഠിനമായിട്ട് ശാസിക്കാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കഠിനമായിട്ട് ശാസിക്കും. പക്ഷെ നമുക്ക് അവിടെ ശാസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവം നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ ദൈവത്തെ അല്ല പ്രസാദിപ്പിക്കുന്ന മനുഷ്യനെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാനായിട്ട് കഴിയത്തില്ലെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നമുക്കറിയാം സാത്താന്റെ പണി എന്താ. വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്, പൗരന്മാരെ രാപകൽ കുറ്റം ചുമത്തുന്ന അപവാദി. അപ്പൊ സാത്താൻ എപ്പോഴും കുറ്റം ചുമത്തുക ചെയ്യുന്നത്. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത്? എബ്രായർ നമ്മൾ 7:25 വായിക്കുന്നത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നിർബന്ധം. നമ്മുടെ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ വിളിച്ചപ്പം തന്നെ നമ്മുടെ ആദ്യ തൊട്ട് അന്തം വരെ ദൈവത്തിന് അറിയാം, അന്ത്യം വരെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ, നീ എന്നെ തള്ളിപ്പറയും. കർത്താവിന് അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടുള്ള കർത്താവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ലെ, ഇപ്പൊ ഒരു പാട്ടുണ്ട്, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ. ആ പാട്ടിൽ തുടർന്നുള്ള ലൈൻ ഇതാണ്, എത്ര ദൂരം നിന്നെ വിട്ട് ഓടി ഞാൻ, അത്ര നേരം കാത്തു നിന്ന് എന്നെ നീ. നമ്മള് ജനിച്ചതിന് ശേഷം ദൈവത്തെ വിട്ട് ഓടുക ചെയ്ത്, ദൈവത്തിൽ നകന്നകന്നകന്ന് പോയിക്കൊണ്ടായിരുന്നു. പക്ഷെ അന്നേരം എല്ലാം ദൈവം നമുക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക ചെയ്തു. കാരണം കർത്താവിനറിയാം, ഒരു ദിവസം എന്നെ വിട്ടുള്ള ഓട്ടമൊക്കെ നിർത്തിയിട്ട് അവൻ എന്ത് ചെയ്യും? എങ്കിലേക്ക് തിരിയും. ആ തിരിയുന്നതും പ്രതീക്ഷിച്ച് കർത്താവ് ഒത്തിരി നേരം നമുക്ക് വേണ്ടി കാത്തു നിന്നു. എഫേസ്യർ പറയുന്ന പോലെ നമ്മൾ ദൈവത്തെ വിട്ട് എങ്ങനെ ഓടിയേ? ജഡത്തിനും മനോവികാരം ഇഷ്ടമാതി ചെയ്തുകൊണ്ടാണ് ദൈവത്തെ വിട്ട് ഓടിക്കൊണ്ടിരുന്നത്, അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നത്. കർത്താവ് നമ്മൾ വിളിക്കുമ്പോൾ വിളി നമ്മൾ കേട്ടതിന് ശേഷം എന്താ ചെയ്തിട്ടുള്ളത്? വീണ്ടും ദൈവത്തെ വിട്ട് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് ആ മുടിയപുത്രനെ കാത്തു നിന്ന പിതാവിനെ പോലെ കാത്തിരുന്നു നമ്മൾ മടങ്ങി വരാനായിട്ട്. കാരണം ദൈവത്തിനറിയാം ഒരിക്കലും നമ്മൾ മടങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിട്ടുള്ള ഓട്ടം കാണുമ്പോൾ കർത്താവിന് ആശ്ചര്യമൊന്നും തോന്നാറില്ല. ഇതിനെക്കുറിച്ച് ആഗ്രഹം ഒരു ഉദാഹരണം പറഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് ലൈവായിട്ട് കണ്ടു. ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇന്ത്യ ജയിച്ചു, ചില സമ്മർദ്ദങ്ങളും ഇതൊക്കെ ഉണ്ടായി, അവസാനം ജയിച്ചു. പിറ്റേ ദിവസം ഈ മാച്ച് കാണാത്ത ഒരാള്, അല്ലെ കുറച്ചു പേര്
ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളും അവരുടെ ഇടയിലുണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു ടെൻഷനും കാണുകയില്ല. കാരണം എന്താ? നമുക്കറിയാം ഇന്നതാ സംഭവിക്കാൻ വന്നു. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവനോ ഇല്ലേ, ഒരു ക്യാച്ച് എടുക്കുമ്പോഴത്തേനും ഒരു ഭയം, അയ്യോ തോക്കുവോ 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 എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ നമ്മൾ പലപ്പോഴും വീണതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? കഴിഞ്ഞു അല്ലെ? സാധാരണ നമ്മളോട് പറയും നിന്റെ കാര്യം തീർന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടാ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. നമ്മൾ അങ്ങ് പൂർത്തീകരണത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എവിടൊക്കെ വീഴും, എവിടൊക്കെ പരാജയപ്പെടും, നമുക്ക് എത്ര തെറ്റ് സംഭവിക്കും, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിരാശയില്ല, ഭയമില്ല, സംശയമില്ല, ആകുലമില്ല. ഈ പറഞ്ഞൊരു സ്തുതിയുടെ ആത്മാവ് എപ്പോഴും നമ്മുടെ മേലുണ്ടാവും. നടക്കാൻ പഠിക്കുന്ന ഒരു കൊച്ച് വീണതിന് ശേഷം ചാടി എഴുന്നേക്കുന്നത് പോലെ ഈ ഒരു ബോധ്യമുള്ള ഒരാള് ചാടി എഴുന്നേക്കും. തുടർന്ന് ആ പാട്ടില് ഇങ്ങനെ പാടുന്നത്, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നിന്നിൽ നീ. പത്രോസിനോടുള്ള ബന്ധത്തിലാ പാട്ട് വരുന്നത്. തള്ളിപ്പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയിടത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്തിടത്ത് കർത്താവ് അവർക്ക് ഭക്ഷണം ഒരുക്കി വന്ന് ആശ്വസിക്കാനാ പറയുന്നത്. കർത്താവിനെ വിട്ടുപോയ ഒരാളെ, പക്ഷെ കർത്താവിനെ അറിയായിരുന്നു പത്രോസിനെ എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവം തന്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവത്തിന് അത്ഭുതം തോന്നാറില്ല. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും, നമുക്ക് സംശയം തോന്നും, ഭയം തോന്നും. നമ്മൾ മനസ്സിലാക്കിയിട്ട് എപ്പോഴും നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഒരിക്കലും ദൈവം സാത്താന്റെ പക്ഷത്ത് നിൽക്കത്തില്ല. നമ്മളൊരു പാട്ടിപ്പാടല്ലേ, വല്ലൊരു മുറിവ് ഏൽക്കുകയിൽ നശിക്കയില്ല താൻ, തൻ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിക്കയില്ല താൻ, നല്ല പോർ പൊരുതും ഇല്ലേ. അപ്പം സഹോദരന്മാർ, ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വീടിന് ശേഷം ചാടി എഴുന്നേറ്റിട്ട് പിന്നെ ഓടും. പക്ഷെ ആ വിശ്വാസം ഇല്ലെങ്കിലോ നമ്മൾ നിരാശരായി, ആകുലപ്പെട്ട്, സംശയിക്കുന്നവരായി, അനാഥരെ പോലെ ഭയപ്പെടുന്നവരായിട്ടിരിക്കുന്ന കാണാൻ കഴിയും. ഇതെല്ലാം സാത്താൻ മുതലെടുക്കും. സെക്കരിയ പ്രവചനത്തില് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. സെക്കരിയ പ്രവചനത്തില് അതിന്റെ 3-ാമത്തെ അധ്യായത്തില് എപ്പോഴും ദൈവം തന്റെ മക്കളോടൊത്താൻ നിൽക്കുന്നത്. 1-ാം വാക്യം സെക്കരിയ 3:1, അനന്തരം അവൻ എനിക്ക് മഹാപുരുഷനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്താൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. കർത്താവ് എന്താ പ്രതികരിക്കുന്നത്? യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ വത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ വത്സിക്കുന്നു, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവരിൽ നിന്ന് നീക്കിക്കളവെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്ക നിൽക്കുകയായിരുന്നു. കണ്ടില്ലേ? യോശുവ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് എന്താന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, അവൻ തന്റെ മുമ്പിൽ നിൽക്കും, മുഷിഞ്ഞ വസ്ത്രം അവൻ നീക്കിക്കളവില്ലെന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞ് തുടർന്ന് പറഞ്ഞത് എന്താ? ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. അപ്പൊ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, അതുകൊണ്ടാണ് എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ടാണ്. സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായിട്ട് കിടന്ന് നമുക്ക് കാര്യമുള്ളത് അവനോടാണ്. അപ്പൊ സാത്താനോടുള്ള ബന്ധത്തിൽ നമുക്ക് യാതൊരു കാര്യമില്ല. അവൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. നമ്മളെങ്ങനെയാ പിശാചിനോട് എതിർക്കുന്നത്? ദൈവത്തിന്റെ വചനം കൊണ്ടാണ് എതിർക്കുന്നത്, വാഗ്ദത്തങ്ങൾ കൊണ്ടാണ് നമ്മൾ പിശാചിനോട് എതിർക്കുന്നത്. അപ്പൊ നമ്മളെ കുറ്റം ചുമത്താൻ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ദൈവം യോശുവയല്ല ശാസിച്ച്, സാത്താനെയാ ശാസിച്ച്. യഹോവ നിന്നെ വത്സിക്കുന്നു. 2-ാം വാക്യം, ഇവരൊരിക്കലും ദൈവസന്നിധിയിൽ പോയിട്ട് നമ്മളെ കുറ്റം ചുമത്തുമ്പോഴും കർത്താവ് എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, നമ്മുടെ പക്ഷം പിടിച്ച് പിതാവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ കർത്താവ് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് തോന്നും, പലപ്പോഴും നമുക്ക് തോന്നും ഇപ്പൊ എത്രാത്ത പ്രാവശ്യമാ ഇനി എങ്ങനെ കർത്താവിന്റെ അടുക്കല് ചെല്ലുന്നേ. പക്ഷെ കർത്താവ് തന്നെ പത്രോസിനോട് എന്താ പറഞ്ഞേ? എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? 7 അല്ല 7, 70 വട്ടം. ദൈവത്തിന് നമ്മളോട് മനോഭാവമാണ്. നമ്മൾ എപ്പോഴൊക്കെ ചെല്ലുന്നോ അപ്പോഴൊക്കെ നമ്മൾ ക്ഷമിക്കാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തില് എഫെസ്യരിൽ നമ്മൾ എന്താ വായിക്കുന്നത്? കരുണാസമ്പന്നനായ ദൈവമോ. ദൈവത്തിന്റെ സമ്പത്ത് എന്തില? കരുണയില, ദയയില. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്റെ ദയയെ കുറിച്ച് പാടും. അപ്പൊ നമുക്ക് എന്താ ദൈവത്തിൽ നിൽക്കുമ്പോൾ പ്രശംസിക്കാനുള്ളത്? നമ്മൾ തന്നെ ഒന്നുമില്ല. ദൈവത്തിന്റെ കരുണ, ദയ, വിശ്വസ്തത, ഇതൊക്കെയാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. മുമ്പോട്ട് നയിക്കുന്നത് അത് തന്നെയാണ്. നമുക്കൊരിക്കലും നമ്മുടെ പ്രവൃത്തിയുടെ പിൻബലത്തിൽ ദൈവഭാഗം നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? റോമാലേഖനത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അപ്പൊ നമുക്കെന്താ പ്രശംസിക്കാനുള്ളത്? നമ്മൾ മാനസാന്തരപ്പെട്ടാൽ പോലും അതിന്റെ അടിസ്ഥാനം എന്താ? ദൈവം നമ്മളോട് ദയ കാണിച്ചു. അല്ലെ, പലപ്പോഴും നമുക്ക് തോന്നും നമ്മളിൽ തന്നെ പ്രശംസിക്കാനുള്ള പരീക്ഷ നമ്മൾ നേരിടാറുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളിൽ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരുണ, ദയ, ദീർഘശാന്തി ഇവയിലേ നമുക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പം ദൈവം നമ്മളോട് കാണിച്ച ദീർഘക്ഷമ കൊണ്ടാണ് നമ്മൾ ഇന്നും ദൈവസഭയിലായിരിക്കുന്നത്. അല്ലെ, നമ്മൾ എന്നേ നശിച്ചു പോവായിരുന്നു. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ ദൈവം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം പത്രോസിനോടുള്ള ബന്ധം കർത്താവിനത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മുൻകൂട്ടി പത്രോസിന് പറഞ്ഞു. ഞാൻ തള്ളി പറയാന്ന് പറഞ്ഞപ്പോഴും കർത്താവ് എന്താ പറഞ്ഞു? കോഴി 2 വട്ടം കൂന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. പക്ഷെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടുള്ള കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു? കുറ്റപ്പെടുത്തലോ അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെന്തായിരുന്നു? ആശ്വാസത്തിന്റെ, കരുണയുടെ, ദയയുടെ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഴുമ്പോ, എന്റെ അർത്ഥം നമ്മൾ വീഴണമെന്നല്ല, പക്ഷെ നമ്മൾ വീഴുമ്പോഴും ദൈവത്തിന് അറിയാം നമ്മള് ഇവിടെ വീഴുമായിരുന്നു. പക്ഷെ ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു തിരിച്ചു വരവ്. അതുകൊണ്ടാണ് അവസാനം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും വീണ്ടും നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ആ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പൊ ആ കൽപ്പന എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? നമുക്ക് പാപമില്ലെന്ന് പറയുന്നത് നമ്മെ തന്നെ വഹിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിലോ അവൻ സകല പാപം ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ നീതിയിൽ ബന്ധങ്ങൾ വിശ്വസ്തനാണ്. അതും കൽപ്പനയാണ്, ഒരു വാക്തത്വമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പം 2 തരത്തിലുമുണ്ട്. ഒന്നവന്റെ കൽപ്പന, അവനെ സ്നേഹിപ്പീൻ. നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, എന്റെ ഭാര്യയെ സ്നേഹിപ്പീൻ. നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, കൈപ്പോട്ടിരുന്നു. എന്റെ പരിഹാരം എന്താ? മനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഏറ്റു പറയുക, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ നിന്റെ കൽപ്പന ലംഘിച്ചു, ഞാൻ നിങ്കിലേക്ക് തന്നെ വരുന്നു, എനിക്ക് പോകാനായിട്ട് പത്രോസ് പറഞ്ഞ പോലെ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? അപ്പൊ ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ കർത്താവിലേക്ക് നിരന്തരമായിട്ട് ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ കഴിയത്തുള്ളൂ. ഇതെല്ലാം അറിഞ്ഞിട്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, എല്ലാ കുറവുകളോടും കുറ്റങ്ങളോടും കൂടെ. നമ്മൾ ആരും പൂർണ്ണരല്ല, നമ്മൾ പൂർണ്ണതയിലേക്ക് ആയിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളത് കേട്ട് നിശബ്ദരായിരിക്കാനായിട്ട് ഭയപ്പെട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന കാണുന്നതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമായിരിക്കുന്നത്. നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അത് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ കൊണ്ടാണ് നമ്മൾ എതിർത്ത് നിൽക്കുന്നത്. ഇനിയും ദൈവം നിന്നോട് ക്ഷമിക്കുകയെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാക്തത്വം എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മൾ സാത്താൻ പറഞ്ഞ വാക്കാണോ ദൈവം പറഞ്ഞ വാക്കാണോ വിശ്വസിക്കുന്നത്? ആ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചാടി എഴുന്നേക്കും, അവൻ കുതിച്ചെഴുന്നേക്കും, വീണ്ടും മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവിശ്വാസമുള്ള ഒരാള്
വീണെടുത്ത് കിടക്കും. മുന്നോട്ട് ഓടാനുള്ള ഒരു ധൈര്യം അവന് നഷ്ടപ്പെടും. അപ്പൊ ദൈവം നമ്മളെ നോക്കുന്നത് നമ്മൾ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് ഓടുന്നത് കാണാനായിട്ടാണ് ദൈവം നോക്കിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ കർത്താവിന് ദുഃഖമുള്ളൊരു കാര്യമാണ്. നമ്മൾ പുതിയ നിയമത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30 നമ്മൾ എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? യെശയ്യാവ് 60-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില്, യെശയ്യാവ് 60:10 60:10 63:10, യെശയ്യാ 63:10 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ ലളിതമായ അർത്ഥം എന്താ? ദൈവത്തോട് മത്സരിക്കരുത്. നമ്മൾ മത്സരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക ചെയ്യുന്നത്. അതാണ് നമ്മൾ നൂറ്റാറി വായിക്കുന്നത്, അത്യന്ത ആലോചനയോടെ മത്സരിക്കുകയും ഇരുളിലും അന്ധതമസ്സിലിരിക്കുകയും ചെയ്തവർ. എപ്പോഴൊക്കെ ദൈവ കൽപ്പനയോട് നമ്മൾ മത്സരിക്കുന്നോ അവിടെയാണ് നമ്മൾ ഇരുളും അന്ധതമസ്സിലും ആയി പോകുന്നത്. പിന്നെ അങ്ങനെ പറ്റിയെന്ന് വിചാരിക്കുക, മത്സരിച്ചു പോയി. കർത്താവ് എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മളെ ആരെയും ആകപ്പാടെ ഒരു പ്രാവശ്യം പോലും വീഴാതെ നടത്തിയ ഒരാളേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പോലും നമുക്കറിയാം, വിചാരണയുടെ സമയത്ത് മഹാവിരോധം പറഞ്ഞു, അവന്റെ കന്നത്തടിക്കാൻ പറഞ്ഞു. ഉടനെ എന്തായിരുന്നു പ്രതികരണം? വെള്ളം തേച്ചു ഇവരെ ദൈവം നിന്നെ അടിക്കും. വളരെ പെട്ടെന്നാ മറുപടി തന്നെ. അന്നേരം ഒരാൾ ചോദിക്കുന്നത് ദൈവത്തിന്റെ മഹാപുരോഹിതനോട് ഇങ്ങനെ, അന്നേരം പറഞ്ഞു, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, നിന്റെ ജനത്തിന്റെ പ്രഭുവിനെ ദുഷിക്കരുതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മനസാന്തരപ്പെട്ടു വളരെ പെട്ടെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരിക്കൽ പോലും കർത്താവ് ഒരിക്കൽ പോലും വീഴാതാ നടന്നത്. അതിന്റെ കാരണം എന്തായിരുന്നു? ലൂക്കോസ് 2 പറഞ്ഞിരിക്കുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, യഹോവയുടെ കൃപയും ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവൻ വളരെ ചെറുപ്പം തൊട്ട് എപ്പോഴും ജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദൈവഭാഗ്യം ആയിരിക്കുമ്പം ഈ ഒരു ധൈര്യത്തിന്റെ ആവശ്യം നമുക്കുണ്ട്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അല്ലെ, ഒരു സ്ത്രീക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയും. ഇപ്പൊ ചിലപ്പോൾ കൊന്നു നോക്കിയിരിക്കും, പക്ഷെ മറക്കാൻ പറ്റുമോ? ഇല്ല, മറക്കത്തില്ല. അത് ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ അങ്ങനത്തെ സ്ത്രീകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരെ. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കത്തില്ല. അതിന് കാരണം എന്താ? ഇപ്പൊ അമ്മ കുഞ്ഞിനെ മറക്കാതിരിക്കാൻ കാരണം എന്താ? ആ അമ്മ ആ കുഞ്ഞിന് വേണ്ടിയിട്ടൊരു വലിയ വില കൊടുത്തതാണ്. ഒത്തിരി വേദനകളിലൂടെ ഒക്കെ കടന്നുപോയതാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളോടുള്ള ബന്ധത്തിലും കർത്താവ് വലിയൊരു വില കൊടുത്തതാണ്. സ്വന്തം പ്രാണനെ ഒഴുക്കിക്കളഞ്ഞതാണ്. ഒരു വലിയ വില കൊടുത്ത് നമ്മളെ വാങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെയേറെ വില മതിക്കും, സൂക്ഷിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണ്, പ്രിയരാണ്. ദൈവം നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, നമ്മളോട് തോന്നി കരുണ കൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുത്ത്. ആ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു ധൈര്യം നമുക്ക് എപ്പോഴും വേണം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. തുടർന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം 33-ാം വാക്യത്തിൽ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതിയിരിക്കുന്ന ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ. അതിന്റെ അർത്ഥം, ഇനി ആർക്കും നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയത്തില്ല, ആർക്കും നമ്മളെ കുറ്റം ചുമത്താൻ കഴിയത്തില്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. തുടർന്ന് പറയുന്നു, ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും, നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം. നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയില് പക്ഷപാതം കഴിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്.
അതിനെക്കുറിച്ചുള്ള ഒരു ആന്തരിക വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പിന്നെ പാപം ചെയ്യാൻ നമ്മൾ ഭയപ്പെടും. ഈ ഒരു ആന്തരിക ബോധ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാപത്തെ ലഘുവായിട്ട് കാണുന്നത്. അല്ലെ? കൃപ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മളാണേലും നമ്മളെപ്പോഴും ഏതെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചാടുന്നു ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പ്രിയപ്പെട്ട ആളുണ്ട്, അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയിട്ട് നമുക്ക് വേണ്ടി എപ്പോഴും കരഞ്ഞു പറയും, എങ്ങനെയും ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കണം, ഇനി ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞാ പറയുന്നത്. പക്ഷെ വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലോ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നില്ല. ഇനി ഞാനെങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ആളോട് പോയിട്ട് ഇനിയും മറ്റേ ആളുടെ അടുത്ത് പോയി അപേക്ഷ വെക്കണമെന്ന് പറയുന്നത് എങ്ങനെ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പരമാവധി നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതാണ് യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൽ ജനിച്ചവനൊക്കെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച്, പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതിനെ കുറിച്ച് ഒരു ആന്തരിക ദർശനമുള്ള ഒരാള് തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. വാക്കുകളെ സൂക്ഷിക്കും, നാവിനെ സൂക്ഷിക്കും, കണ്ണിനെ സൂക്ഷിക്കും, കൈകളെ സൂക്ഷിക്കും, കാലിനെ സൂക്ഷിക്കും, ചിന്തകളെ സൂക്ഷിക്കും. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നമ്മളെ അത്രയും സ്നേഹിച്ച ഒരാളെ വേദനിപ്പിക്കാൻ, വിഷമിപ്പിക്കാനായിട്ട് നമ്മൾ ധൈര്യപ്പെടത്തില്ല. ഈ ഒരു ആന്തരിക വെളിച്ചം നമുക്ക് വർദ്ധിച്ചു വരുന്തോറും നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങും. അതിന്റെ അനന്തരഫലം ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ നമുക്ക് പ്രിയമായി തീരും. 110 സങ്കീർത്തനക്കാരൻ അത് പറയുന്നുണ്ട്. നമുക്ക് ദൈവത്തിന്റെ കൽപ്പന പ്രിയപ്പെട്ടതായിത്തീരും. ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ കൽപ്പന പലതും കഷായം കുടിക്കുന്ന പോലെയാണ്. മനസ്സില്ല മനസ്സോടെയാണ് നമ്മളതൊക്കെ അനുസരിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യും. പക്ഷെ ആഴത്തിലുള്ള ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ ഈ കൽപ്പനകളെല്ലാം നമുക്ക് പ്രമോദത്തിന് കാരണമായി തീരും. അതിന് കാരണം എന്ത്? ഈ കൽപ്പനയെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളത്. ഒരു കൽപ്പന പോലും നമ്മുടെ തിന്മയ്ക്കായിട്ടുള്ളതില്ല, എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ്. നമ്മളത് അനുസരിക്കും തോറും ഈ നന്മ നമ്മുടെ ജീവിതത്തിലെ റോമർ 8 പറഞ്ഞിരിക്കുന്ന 29-30 പറഞ്ഞിരിക്കുന്ന ആ നന്മ നമ്മൾ കൂടുതൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. തുടർന്ന് 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണേ, എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആരെന്ന് പറഞ്ഞിട്ട് അതിന്റെ 39 വരുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. യാതൊരു സൃഷ്ടിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേറൊരുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ നമുക്ക് ആ ഒരു നമ്മുടെ അങ്ങോട്ടുള്ള സ്നേഹത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 35 പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹം, പിതാവ് പുത്രനിലൂടെ നമുക്ക് ചൊരിഞ്ഞ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാരെ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവ് എന്താ പറഞ്ഞേ? നമ്മൾ പാടാറുണ്ടല്ലോ, പണ്ടത്തെ പഴയ പാട്ടുകളുണ്ട്, ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥന് ഉൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനായി. അതിമാന ഭക്തന്മാർ പാടിയതാണ്, അവരർത്ഥമാക്കിയാ പാടിയ. ലോകത്തിൽ അവർ ഒറ്റപ്പെടുത്തപ്പെടുകയും അവമാനിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും, പക്ഷെ അവർ സന്തോഷത്തോടെ അല്ല സഹിച്ചത്. കാരണം എന്താ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും. ആ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. 8:17 നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്, അവസാന ഭാഗം, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. തുടർന്ന് 37-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അവിടെ പറയുന്ന നാം സ്നേഹിച്ചവൻ എന്നല്ല, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം?
ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? പൂർണ്ണ ജയം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ജയം. ഭയത്തിൽ നിന്നും, ഭീതിയിൽ നിന്നും, നിരാശയിൽ നിന്നും, ഉപദ്രവത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും, എല്ലാത്തിൽ നിന്നും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിതാവ് നമ്മളെ സ്നേഹിച്ചിട്ട് തിരഞ്ഞെടുത്ത പുത്രനിലൂടെ. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? അവിശ്വാസം നിമിത്തം നമുക്ക് വേർതിരിഞ്ഞു പോവാം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് 9 പറയുന്നത്, അവരവിശ്വാസം നിമിത്തമാണ് തള്ളപ്പെട്ടത്. വിശ്വാസത്താലാണ് നാം ഈ ക്രിസ്തീയത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. കഷ്ടങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കും. വിശ്വസിക്കാത്ത ഒരാളോ പിറുപിറുക്കും, പരാതി പറയും, പിന്മാർക്കും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം, വിവേചിക്കാം. നമ്മൾ ഈ പരീക്ഷകളിൽ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ദൈവം നമ്മളെ സ്നേഹിച്ചു, കരുണ തോന്നി തിരഞ്ഞെടുത്തു. ഒരു കാലത്ത് നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിന്നെ ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവിശ്വാസം നിമിത്തം നമുക്ക് ഒടിഞ്ഞു പോവാം. തുടർന്ന് 9 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് ഒരിക്കൽ പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ പറയും, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ആ പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൽ തുടരുക എന്നുള്ളത്. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ പ്രാഥമിക ലക്ഷണമാണ് ഒരു സ്തുതിയുടെ ആത്മാവ് നമ്മുടെ മേലുണ്ടാകും. ഏത് സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യും. അനുകൂലമാണേലും പ്രതികൂലമാണേലും, മധുരമുള്ളതാണേലും കയ്പുള്ളതാണേലും, എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആത്മാവിലായിരിക്കും. രാത്രി നമുക്ക് ഈ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കും. നമ്മുടെ വീഴ്ചകളും പരാജയങ്ങളും എല്ലാം ദൈവം മുന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ വിളിച്ചത്. അത് നമുക്കൊരു ധൈര്യം നൽകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ നിരാശയിൽ നമ്മളെ സ്വതന്ത്രമാക്കേണ്ടത്. പക്ഷെ നമുക്ക് വീഴാൻ ആഗ്രഹമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ വീണു പോവാറുണ്ട്. പക്ഷെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് കരുണ കാണിക്കും. എബ്രായലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. ഏത് സമയത്തും എപ്പോഴും നമുക്ക് ധൈര്യത്തോടെ ചെല്ലുക. അതിന്റെ കാരണം എന്താ? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. സകലത്തിലും നമുക്ക് മുന്നായിട്ട് പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ ഒരിക്കൽ പോലും എന്ന് പറഞ്ഞ ഈ സമ്മർദ്ദം എല്ലാം താൻ തന്നെ അനുഭവിച്ചതാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെ തന്നെ സഹായത്തിന് ചെല്ലുന്നവരെ അവൻ സഹായിക്കാൻ പ്രാപ്തനാണ്. അവനറിയാം വേദന, ആ സമ്മർദ്ദം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? കരുണയുള്ള മഹാപുരോഹിതൻ നമ്മളോട് കരുണ കാണിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു വിശ്വാസം ഉള്ളവരായി ദൈവസ്നേഹത്തിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് ഓടാം. അതിനോട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവേ, അടികൾ കേൾക്കുന്ന ഈ വചനങ്ങള് ഒരു വിത്ത് പോലെ അടികളുടെ ഹൃദയങ്ങളിൽ പതിച്ചിട്ട് അത് മുളച്ച് ഫലം കായ്ക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തിക്കായിട്ട് അടികളെ തന്നെ ഏൽപ്പിക്കുന്നു. വചനത്തിന്റെ കേൾവി കൂടുതൽ അടികളുടെ ഉള്ളിൽ വിശ്വാസം ഉളവാക്കുന്നതായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.